ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്നൊരു ഡേറ്റ് പോവാണ്. ഒരു സഡൻ ഡേറ്റാണ്. പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തു. ഒരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ എൻ്റെ ഡേറ്റ് ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങളങ്ങനെ ആ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എവിടെയോ എത്തി. സ്ഥലം കാണിച്ചു തരാം. ഇതാണ് ഫെയർ വ്യൂ എന്ന് പറഞ്ഞ സ്ഥലം ആവാറായിട്ടുണ്ട്. ബസ്സിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഇന്ന് അത്യാവശ്യം നല്ല വെതറാണെന്ന് തോന്നുന്നു. പക്ഷെ മഴക്കോളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അത് പരിഷ്കാരിയാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വിശേഷങ്ങൾ വഴിയെ കാണിച്ചു തരാം. ഓക്കെ, ഗൈസ്. അങ്ങനെ നമ്മൾ ഒരു ബസ് ഇറങ്ങി അടുത്ത ബസ് കയറാൻ പോവാണ് ഗൈസ്. നമ്മൾ 42 ഇറങ്ങി അടുത്ത E1 കയറണം. E1 കയറാനായിട്ട് ഡബ്ലിൻ സിറ്റി സെൻറ്ററിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. I don't know. If anybody don't know, then you can know now. That's it. എന്തൊക്കെയോ വെയിലത്തരങ്ങൾ പറയുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ പോകാൻ നമ്മളിങ്ങനെ മന്ദം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങ് വിദൂരതയിൽ കാണുന്നതാണ് ഡബ്ലിൻ സ്പയർ ഗൈസ്. ഇവിടെ നമ്മൾ ഏതോ രാജ്യക്കാരെ കാണുന്നു. അത് കണ്ട് കൈകൊട്ട് ഡാൻസ് കളിക്കുന്ന അമ്മച്ചി കണ്ട ഇതൊക്കെയാണ് ഫണ്ണ്. ഇതല്ലേ. അപ്പോൾ ടാറ്റ ബൈസ്. നമുക്ക് E1 കയറാൻ പോകും ഗൈസ്. അങ്ങനെ നമ്മൾ E1 കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം സെൻറ്റ് സ്റ്റീഫൻസ് ഗ്രീൻ എത്തി. പാർക്ക് എത്താറായി. ഇത് ട്രിനിറ്റി കോളേജ്. ഇത് ഭയങ്കര തിരക്കുള്ള ജംഗ്ഷനാണ് ഗൈസ്. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഹെബർട്ട് പാർക്ക് എത്തി. സ്പ്രിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ പൂക്കളൊക്കെ കാണാറുണ്ട് ഗൈസ്. ഇപ്പോൾ സമ്മറിൻ്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് പൂവില്ല, കുറച്ച് ഇലകൾ മാത്രമുണ്ട്. കുറച്ച് പ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് നടക്കാമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒന്നുമില്ല. നമ്മൾ പറ്റിക്കപ്പെട്ടതല്ല, നമുക്കറിയായിരുന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ അതുകൊണ്ട് നമ്മൾ പിന്നെ ഇങ്ങ് വന്നു. നമ്മൾ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു തടാകം, അരുവി കണ്ടു. പ്രാവും താറാവൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. ക്ലിയർ വാട്ടറായിട്ട് തോന്നും, പക്ഷെ കൊള്ളത്തില്ല. ഞാൻ നിങ്ങൾക്ക് അരയന്നത്തിനെ കാണിച്ചു തരാം ഗൈസ്. അരയന്നം കണ്ടോ അരയന്നത്തിനെ കണ്ടോ ഗൈസ്. അരയന്നം പോകുന്നു. ഇവിടെ ഇങ്ങനെ ആൾക്കാർ കാറ്റ് കൊള്ളാനും കാഴ്ച കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. നമ്മളിങ്ങനെ ഇതിന് ചുറ്റും വെറുതെ നടക്കുകയാണ്. ഇവിടെ കുറേ മറ്റേ കൊക്കുണ്ട്, സീകൾ താറാവൊക്കെ വെള്ളത്തിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഗൈസ്. പിന്നെ അവിടെ ഒരു അരയന്നം ഇങ്ങനെ ഒഴുകുന്നു. സംഭവം ഒരു ഈവനിങ് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണല്ലേ. സീകളിനെ തള്ളി വെള്ളത്തിലിട്ടു ഗൈസ്. മുടി കൊള്ളത്തില്ല, മൂഞ്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇനി വെതർ സ്പൂൺ പോകും. ദാറ്റ്സ് ഗുഡ്. അത് ശരിക്കും നല്ലതാണ് ഗൈസ്. പറയുന്നു നോക്കാം. ലെറ്റ്സ് സീ. യേ അല്ലേ തൂ നടന്നു പോകുമ്പോൾ അത് മൊത്തം പറഞ്ഞു പോയില്ലേ? ഇല്ല, എൻ്റെ തോന്നല അത് പറക്കില്ല. ഈ കപ്പൽ ആടിയോയിലേക്ക് ഇല്ല സാർ. അവിടെ ഈ പയ്യൻ വൈബ് ചെയ്യുന്നുണ്ട്. അവിടെ കോഫിയൊക്കെ ആയിട്ട് ഇത്രയും പ്രാക്കളും കൊക്കൊക്കെ ആയിട്ട് ഇവിടെ സെറ്റ് എൻജോയ് ആണ്. കോഫിയൊക്കെ കഴിച്ച് കുടിച്ച് ഞങ്ങൾ ഇങ്ങനെ മന്ദം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചുമ്മാ അങ്ങ് നടക്കാന്നേ ഉള്ളൂ. നല്ല കണക്ക് വിശക്കുന്നുണ്ട്. എന്തെങ്കിലും കഴിക്കണമെന്നുള്ള ഒരു തോട്ട് വരുന്നുണ്ട്.
അത് നോക്കാം, അത് ഡിഫറെന്റ് കാക്ക. കാക്കയല്ലേ ഇത്? ഇത് ഉപ്പൻ. അപ്പൻ പട്ടിയൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കാൻ വന്നു, നടന്നു പോകുന്നു. നൈസ് ഈവനിങ്. ഈവനിങ് ആയില്ല ഗായ്സ്, ഇവിടെ തെറ്റിപ്പോയി. ഇല്ല, 3:30 ആയി. എന്തായാലും 10 മണി വരെ ഈ ലൈറ്റ് ഇവിടെ കാണും ഇങ്ങനെ. അതാണ് അയർലൻഡിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നല്ല രസമുണ്ട്. ചത്തോളൂ. യെസ്, ഓഫ് കോഴ്സ് യു ക്യാൻ. നീന്താൻ വേണ്ടിയുള്ള ആഴമില്ല. ഓടിപ്പോവാണ് ഓപ്പൺ ജിമ്മിലോട്ട് വർക്കൗട്ട് ചെയ്യാൻ. സീറ്റ് പോയെന്നുള്ള വിഷമത്തിൽ നിൽക്കുന്നു. ഇപ്പുറത്തൊരു സീറ്റ് ഉണ്ട്, അത് പിടിക്കുക എന്നുള്ള മൈൻഡിൽ പോവാണ്. നല്ല പീസ്ഫുൾ ഏരിയ ഗൈസ്. എല്ലാവരും വൈകിട്ട് ഇങ്ങനെ ഒരു ശാന്തി സമാധാനത്തിന് വേണ്ടി വരുന്ന ഒരു സ്ഥലം പോലെ. നല്ല സ്ഥലം, നല്ല രസമുണ്ട്. പക്ഷെ ഇത് പൂക്കളുള്ള ടൈമിലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഈ ഒരു വെതറായിരുന്നു അയർലൻഡിൽ സെറ്റായിരുന്നു ഗൈസ്. തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല, സെറ്റ്, കുഴപ്പമില്ല. നമ്മളിവിടെ ഇരിക്കാൻ പോവാണ് ഗൈസ്. ഈ ഹെലികോപ്റ്റർ പോകുന്നു ഗൈസ്. ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഗൈസ്. കണ്ടോ? ഗൈസ് അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഇങ്ങനെ നടക്കാണ്. നല്ല അടിപൊളി ഫോട്ടോ ഞാൻ അവളുടെ എടുത്തു ഗൈസ്. രണ്ടുപേർക്കും നല്ല നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫോട്ടോസൊക്കെ കാണണമെങ്കിൽ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ മതി. ഗായത്രി ആൻഡ് ബ്ലസൻ. ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ ഇച്ചിരി നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോകാനുള്ള പ്ലാനാണ്. ഓക്കെ ഗൈസ്, സീ യു ലേറ്റർ. ഗൈസ് അങ്ങനെ നമ്മൾ ഹെർബർട്ട് പാർക്കിൽ നിന്ന് ഇറങ്ങി ഗൈസ്. എന്നാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം ഗൈസ്. നല്ല വിശപ്പുണ്ട്. നമ്മൾ ആന്ധ്ര ഭവനിലോട്ട് പോവാണ്. എന്തോ ആവുമെന്ന് അറിയത്തില്ല. പോയി ചെന്നിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പം ബാക്കി വിശേഷങ്ങൾ ആന്ധ്രഭവനിലെത്തിയിട്ട്. ഓക്കെ, ബൈ ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ ആന്ധ്രഭവൻ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഫുഡ് മെനുകളൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കുകയാണ്. ബിരിയാണി ഒക്കെ നല്ല റേറ്റ് ഉണ്ട്. സെർച്ചിങ്. ഇതാണ് ഗൈസ് ഇവിടുത്തെ ഒരു ആംബിയൻസ് വൈബ് എന്നൊക്കെ പറയും. ഓക്കെ, നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടർ എത്തിയിട്ടുണ്ട്. ഇത് എന്തായാലും ഗീ റോസ് പ്രോൺ അല്ലേ? ഗീ റോസ് പ്രോൺ ആണ് ഗൈസ്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. സെറ്റ് സാധനമാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അതാണ് നമ്മുടെ സ്റ്റാർട്ടർ. ബട്ട് വി ട്രൈ ആൻഡ് ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. എന്താ ടേസ്റ്റ് പറയൂ? നല്ലൊരു മസാല വിത്ത് ഗീ പേസ്റ്റാണ് കൂടുതൽ വരുന്നത്. പ്രോൺസ് ലൈക്ക് ആവശ്യത്തിന് മാത്രം കുക്ക് ചെയ്തിട്ട് എന്നിട്ട് ഓവർ കുക്ക് സെറ്റ്. ഓക്കെ ഗൈസ്. അങ്ങനെ നമ്മുടെ ഫുഡ് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ 65 ദം ബിരിയാണി, 65 ബിരിയാണിയാണ്. ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി. നമ്മുടെ സ്റ്റാർട്ടേഴ്സ് അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ മെയിൻ കോഴ്സ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ക്ഷീണിതരായി ഗൈസ്. ബിരിയാണി കഴിച്ച് ഉറക്കം വരുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇന്നത്തെ ഡേറ്റ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. അപ്പം പുതിയ വീഡിയോ ആയിട്ട് പിന്നെ ദിവസം കാണാം. ഓക്കെ, ബൈ ബൈ.